ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളെക്കുറിച്ച് ഹേമ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പ് ഇന്ന് പുറത്തുവിടും. നടപടി സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് പുറത്തുവിടുന്നത് സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ ഒഴിച്ചുള്ള റിപ്പോർട്ടിലെ ബാക്കി ഭാഗങ്ങൾ. സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ സെക്ഷൻ 10 പ്രകാരം വേർതിരിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ബാക്കി മുഴുവൻ ഭാഗവും നൽകാനായിരുന്നു കമ്മീഷന്റെ നിർദ്ദേശം. ഏതൊക്കെ ഭാഗങ്ങളാണ് ഒഴിവാക്കുന്നത് എന്നുള്ള വിവരം വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ മാധ്യമങ്ങളെ സാംസ്കാരിക വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സിനിമാ രംഗത്തെ വനിതകളുടെ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റിയെ നിയോഗിച്ചത്. 2017 നവംബറിൽ പ്രവർത്തനം ആരംഭിച്ച ഹേമ കമ്മിറ്റി 2019 റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത്. വിവരാവകാശ നിയമപ്രകാരം പലരും അപേക്ഷ സമർപ്പിച്ചെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ ആകില്ലെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നത്. എന്നാൽ കമ്മിറ്റി റിപ്പോർട്ടിലെ വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടക്കുന്ന വിവരങ്ങൾ ഒഴികെയുള്ളവ വിവരാവകാശ നിയമപ്രകാരം നൽകാമെന്ന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ഇതിനെ തുടർന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ചലച്ചിത്ര അക്കാദമി മുഖേന പൊതുഖജനാവിൽ നിന്ന് 1,60,55,000 രൂപ ചെലവഴിച്ചാണ് കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത്. ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകളുടെ സുരക്ഷയ്ക്ക് സർക്കാർ മുൻതൂക്കം കൊടുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലെ വസ്തുതകളും കണ്ടെത്തലുകളും ഒളിച്ചുവെക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് ദുരൂഹമാണെന്ന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി 5 വർഷമാകുമ്പോഴാണ് റിപ്പോർട്ട് ഭാഗികമായെങ്കിലും പുറത്തുവരാൻ പോകുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.